വിശ്വാസിയാണ്. പക്ഷേ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഹോസ്റ്റലിൻ്റെ അടുത്ത് ഓർത്തഡോക്സ് പള്ളി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അടുത്തുണ്ടായിരുന്നത് മലങ്കര റീത്ത് പള്ളി അല്ലെങ്കിൽ ലത്തീൻ RC പള്ളികളാണ്. അപ്പോൾ ഞാൻ ഞായറാഴ്ചകളിൽ എനിക്ക് കുർബാന കൊടുക്കുക എന്ന് പറയുന്നത് വളരെ സങ്കടമുള്ള കാര്യമാണ്. അപ്പോൾ ഏത് സഭയായാലും പോകാം എന്ന രീതിയിൽ ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോയി തുടങ്ങി. പതുക്കെ വിശുദ്ധ കുർബാനയോട് വല്ലാത്തൊരു സ്നേഹം തോന്നി തുടങ്ങി. അങ്ങനെ ഇന്ന് ഞാനെന്നും വിശുദ്ധ കുർബാനയ്ക്ക് എൻ്റെ അടുത്തുള്ള RC പള്ളിയിൽ പോകുന്നു. ധ്യാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ജീവിതത്തിൽ ഇന്ന് വരെ താമസിച്ചൊരു ധ്യാനം കൂടിയിട്ടില്ല. ഞങ്ങളുടെ സഭയിൽ അങ്ങനെയുള്ള ധ്യാനങ്ങളില്ല. ഏകദിന ധ്യാനങ്ങൾ ഞാൻ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ബാക്കി എല്ലാവരെയും അപേക്ഷിച്ച് ധ്യാനത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു തുടക്കക്കാരിയാണ്. ആദ്യമായിട്ടാണ് ഞാനൊരു ധ്യാനത്തിന് താമസിച്ച് കൂടുന്നത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 വരെ ധ്യാനത്തിന് വരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. 2:30 ഡിസ്ചാർജ് വാങ്ങി ധ്യാനത്തിന് വരാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പക്ഷേ ദൈവം എന്നിവിടെ എത്തിച്ചു. എല്ലാവരെയും പോലെ മനസ്സിലൊരുപാട് കാര്യങ്ങളുമായിട്ടാണ് ഞാനും ഈ ധ്യാനത്തിന് വന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സ് ഒരു അപ്പൂപ്പൻ താടിയെ പോലെയാണ്. ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന ഒരു അനുഭവമാണ് എനിക്കുള്ളത്. എനിക്കറിയില്ല ഇപ്പോൾ ഇന്ന് രാത്രി തന്നെ അല്ലെങ്കിൽ നാളെ രാവിലെ എണീക്കുമ്പോൾ തന്നെ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരും എന്നല്ല ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനത് ഏറ്റവും നന്നായി ഏറ്റവും എഫേർട്ട് എടുത്ത് ആ പ്രശ്നം സോൾവ് ചെയ്യാൻ നോക്കും, അല്ലേ? നമ്മളെല്ലാവരും അങ്ങനെയാണ്. നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മുടെ മാക്സിമം എഫേർട്ട് എടുത്ത് നമ്മൾ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ നോക്കും, അല്ലേ? അപ്പോൾ എനിക്ക് വേണ്ടി ജീവൻ കൊടുത്ത് എന്നെ വില കൊടുത്ത് വാങ്ങി പാതാളം നരകങ്ങളിൽ നിന്ന് എന്നെ രക്ഷിച്ച എൻ്റെ ഈശോ അത് എത്ര ബെസ്റ്റായിട്ട് ചെയ്യും, അല്ലേ? എത്ര ബെസ്റ്റായിട്ട് എൻ്റെ പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യും. ആ ഒരു തോട്ടാണ് എനിക്ക് ധ്യാനത്തിന് വന്നപ്പോൾ തോന്നിയത്. പലപ്പോഴും ഞാൻ ഈശോയോട് പിണങ്ങാറുണ്ട്, വഴക്കുണ്ടാക്കാറുണ്ട്. കാരണം എനിക്ക് ഈ ലോകത്ത് ഇത്രയും സ്വാതന്ത്ര്യത്തോടെ വഴക്കുണ്ടാക്കാനും പിണങ്ങാനും എനിക്ക് എൻ്റെ ഈശോ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ മിക്കപ്പോഴും പള്ളിയിലേക്ക് പോകുമ്പോൾ ഇന്ന് ഇത്രയും വഴക്കുണ്ടാക്കണം, ഇത്രയും പരാതി പറയണം, ഇത്രയും സങ്കടം പറയണം, എന്നെ മാത്രം മൈൻഡ് ചെയ്യുന്നില്ല, ഇങ്ങനെയൊക്കെ വിചാരിച്ചാണ് ഞാൻ മിക്കപ്പോഴും പള്ളിയിൽ വരാറ്. ധ്യാനത്തിനും അങ്ങനെ തന്നെയാണ് വന്നത്. ഞാൻ വരുമ്പോൾ കാണുന്നത് ക്രൂശിൽ കിടക്കുന്ന എൻ്റെ പൊന്നീശോയാണ്. പേരിന് മാത്രം ഒരു ചെറിയ തുണിക്കഷ്ണമുണ്ട്. ഈശോ ഒന്ന് അനങ്ങിയ ഈശോയുടെ തലയിലുള്ള മുള്ളുമുടി കൊണ്ട് ഈശോയ്ക്ക് തലവേദനിക്കും. കയ്യോ കാലോ ഒന്ന് അനങ്ങിയ ആണിപ്പഴുത്തുകൾ ആ വാടിൽ നിന്ന് ബ്ലീഡ് ചെയ്ത് ഈശോയ്ക്ക് വേദനിക്കും. അപ്പോൾ ഈശോ എന്നോട് ചോദിക്കുകയാണ്, മോളെ ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ ജീവൻ തന്നു. നമ്മളിപ്പോഴും പറയില്ലേ, നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ ജീവൻ കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ സ്നേഹം. പക്ഷെ അത് പ്രാക്ടിക്കലായി ചെയ്തിട്ടുള്ള ഒരേ ഒരാൾ നമ്മുടെ പൊന്നി ഈശോ മാത്രമാണ്. നമുക്ക് പറയാനേ പറ്റൂ, പക്ഷെ ഈശോ അത് നമുക്ക് വേണ്ടി ചെയ്തു. അപ്പോൾ ഈശോ കുരിശിൽ കിടന്ന് എന്നോട് ചോദിക്കുകയാണ്, എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ തന്നു, ജീവൻ ബലിയായി കൊടുത്ത് നിന്നെ ഞാൻ വില കൊടുത്ത് വാങ്ങി, ഇനി എൻ്റെ മോൾക്ക് എന്താണ് വേണ്ടത്? അങ്ങനെ ചോദിക്കുന്ന ഈശോയോട് ഞാൻ എന്ത് പറയാനാ? എനിക്കൊന്നും വേണ്ട ഈശോയെ എനിക്ക് തന്നാൽ മതി. എപ്പോഴും ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ എൻ്റെ മേൽ ആവസിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പരിശുദ്ധാത്മാവ് എനിക്ക് എൻ്റെ ഒരു ബോഡി ഗാർഡ് പോലെയാണ്. എൻ്റെ ഒപ്പം എന്നെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് നടക്കുന്ന ഒരാളെ പോലെ എനിക്ക് തോന്നാം. അപ്പം ഞാൻ പറയും, പരിശുദ്ധാത്മാവെ അങ്ങനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനുള്ളൊരു യോഗ്യത എനിക്കില്ല. അതിന് മാത്രമുള്ളൊരു പ്രാർത്ഥന ചൈതന്യമോ ജീവിത വിശുദ്ധിയോ ഒന്നുമുള്ള ഒരാളല്ല ഞാൻ. ഒരു സാധാരണ വിശ്വാസി എന്ന് പോലും പറയാൻ പറ്റില്ല, ബിലോ ആവറേജ് വിശ്വാസിയാണ്. പക്ഷെ ഒരു ചെറിയ കഷ്ണമെങ്കിലും എൻ്റെ ഉള്ളിൽ വെച്ചേക്കണേ പരിശുദ്ധാത്മാവേ എന്നാണ് ഞാൻ പറയാം. മുഴുവനായിട്ട് വേണ്ട, ഒരുപാട് വിശുദ്ധിയുള്ള ആളുകളുണ്ട്, അവർക്കൊക്കെ കൊടുത്തോളൂ. എനിക്കൊരു കുഞ്ഞു കഷ്ണം എൻ്റെ ഉള്ളിൽ വെച്ചാൽ മതി. അതുപോലെ ഈശോയോട് ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, ഞാൻ ഇനിയും പിണങ്ങും, ഇനിയും വഴക്കുണ്ടാക്കും, ഇനി ഈശോയുടെ നിന്ന് മാറിപ്പോവും. എനിക്ക് എന്തെങ്കിലും തന്നെങ്കിൽ ഞാൻ ഇനിയും വാശി പിടിച്ച് കഴിയും. പക്ഷേ അപ്പോഴും ഇപ്പോൾ എന്നെ ചേർത്ത് പിടിക്കുന്നത് പോലെ കൂടുതൽ സ്നേഹത്തോടെ എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചേക്കണേ എന്ന് മാത്രമാണ് ഞാൻ എൻ്റെ ഈശോയോടും എൻ്റെ മാതാവിനോടും പറയുന്നത്. ഈ ധ്യാനം എനിക്ക് വലിയൊരു അനുഭവമായിരുന്നു. എനിക്ക് വലിയ വചനങ്ങളോ കാര്യങ്ങളോ ഒന്നും പറയാൻ അറിയില്ല. ഒരേ ഒരു കോട്ട് മാത്രം എൻ്റെ മനസ്സിൽ വരുന്നത് ഞാൻ പറയുകയാണ്. When God leads you to the edge of difficulties, trust Him fully. Only two things will happen. Either He will catch you when you fall, or He will teach you how to fly. നമ്മുടെ ദുരിതങ്ങളുടെ കൊടുമുടിയിലേക്ക് ഈശോ ദൈവം കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഓപ്ഷനാണുള്ളത്.
ഒന്നുകിൽ നമുക്ക് ശക്തമായ ചിറകുകൾ തന്ന് ദൈവം പറക്കാൻ പഠിപ്പിക്കും, അല്ലെങ്കിൽ ഈശോയുടെ പട്ടുമെത്ത പോലെയുള്ള കൈകളിൽ നമ്മളെ താങ്ങും. നിങ്ങളെല്ലാവരെയും എല്ലാ ദിവസവും